മികച്ച കാലാവസ്ഥയ്ക്ക് പേരുകേട്ട രാജ്യങ്ങളും ഡെസ്റ്റിനേഷൻസും ഒക്കെ ഒരുപാടുള്ള പ്രദേശമാണ് യൂറോപ്പ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന യൂറോപ്പ് അല്ല, യൂറോപ്പ് ഇപ്പോൾ ലിറ്ററലി കത്തുകയാണ്. എല്ലായിടത്തും എക്സ്ട്രീം ഹീറ്റ് വേവ് ആണിപ്പോൾ. ചില സ്ഥലങ്ങളിൽ റോഡ്സ് മെൽറ്റ് ചെയ്യുന്നു. ആളുകൾ തടാകങ്ങളിലും നദികളിലുമൊക്കെ ചാടി ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ മാത്രം 1300-ലധികം ആളുകളാണ് ഈ ഹീറ്റ് വേവ് കാരണം മരിച്ചത്. ഇന്ത്യയിൽ 45 മുതൽ 50 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ യൂറോപ്പിൽ വെറും 40 ഡിഗ്രി എത്തിയപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ചൂട് അനുഭവപ്പെടുന്നത്? അതിൻ്റെ കാരണം ടെമ്പറേച്ചർ മാത്രമല്ല. ഇപ്പോൾ യൂറോപ്പിൽ ഒമേഗ ബ്ലോക്ക് ഇഫക്റ്റ് എന്നൊരു പ്രത്യേക വെതർ പാറ്റേൺ രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രഷർ സിസ്റ്റം ദിവസങ്ങളോളം ഒരേ സ്ഥലത്ത് കുടുങ്ങി നിൽക്കുന്നത് കൊണ്ട് ചൂട് പുറത്തേക്ക് പോകുന്നില്ല. ഹീറ്റ് മുഴുവൻ ട്രാപ്പായി അവിടെ തന്നെ നിൽക്കുകയാണ്. മറ്റൊരു കാര്യം, യൂറോപ്പിൽ ഇപ്പോൾ എയർ മൂവ്മെന്റ് പോലും വളരെ കുറവാണ്. ഒമേഗ ബ്ലോക്ക് കാരണം കാറ്റ് ശരിയായി വീശുന്നില്ല. അതുകൊണ്ട് തന്നെ കൂളിംഗ് ഇഫക്റ്റ് പോലും ലഭിക്കുന്നില്ല. അതോടൊപ്പം ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും ഈ ഹീറ്റ് വേവിനെ കൂടുതൽ ശക്തമാക്കുകയാണ്. എൽ നിനോ എഫക്റ്റ് ആഗോള താപനില ഉയർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് പ്രകാരം ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചൂട് കൂടുന്ന കോണ്ടിനെന്റ് ഇപ്പോൾ യൂറോപ്പാണ്. ഇനി മറ്റൊരു പ്രധാന കാരണം യൂറോപ്പിലെ ബിൽഡിങ്സ് ആണ്. അവിടുത്തെ വീടുകൾ ചൂടിനെ പുറത്തേക്ക് വിടാനല്ല, തണുപ്പിനെ തടയാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പകൽ കിട്ടുന്ന ഹീറ്റ് രാത്രിയിലെ വീടുകൾക്കുള്ളിൽ തന്നെ ട്രാപ്പാവുന്നു. അതിലും വലിയ പ്രശ്നം, യൂറോപ്പിൽ വെറും 20% വീടുകളിൽ മാത്രമാണ് എയർ കണ്ടീഷണർ ഉള്ളത്. കാരണം ഇതുവരെ അവിടുത്തെ ക്ലൈമറ്റ് അതിനാവശ്യമായിരുന്നില്ല. ഇനി ഇന്ത്യയുമായി കമ്പാരിസൺ ചെയ്യുന്നവരോട് ഒരു കാര്യം, ഇന്ത്യയിൽ 40 ഡിഗ്രി സെൽഷ്യസും യൂറോപ്പിലെ 40 ഡിഗ്രി സെൽഷ്യസും ഒരേപോലെയല്ല. യൂറോപ്പിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. പക്ഷേ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ആ സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ശരീരത്തിന് ഹീറ്റ് പുറത്തേക്ക് കളയാൻ കഴിയാതെ വരും. അതേസമയം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഡ്രൈ ക്ലൈമറ്റ് ആയതിനാൽ സ്വെറ്റ് വേഗത്തിൽ ഇവാപ്പറേറ്റ് ചെയ്ത് ശരീരം കുറച്ചെങ്കിലും തണുക്കും. ഇതെല്ലാം ചേർന്നാണ് ഇന്ന് യൂറോപ്പ് വലിയൊരു ക്ലൈമറ്റ് ക്രൈസിസിനെ നേരിടുന്നത്. പക്ഷേ ഇത് യൂറോപ്പിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ഇന്ത്യയിലും ഓരോ വർഷം ഹീറ്റ് വേവും വെള്ളപ്പൊക്കവും വരൾച്ചയും തുടങ്ങിയ സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഇന്നൊരു ഫ്യൂച്ചർ ത്രെട്ട് മാത്രമല്ല, അത് ഇന്നത്തെ റിയാലിറ്റിയാണ്. ഇന്ന് യൂറോപ്പ് പൊള്ളുകയാണ്, നാളെ അത് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും സംഭവിക്കാം.